ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഹുവാന ഹോട്ടലിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും കൂട്ടി നിർത്തും. നാളെ മുതൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രാൻഡ്മയുടെ തുണയോടുകൂടി തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ ക്ലാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിലൊരു പയ്യന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരും ഇവൾക്കെതിരെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, എന്തായാലും ഞാൻ തന്നെ ചെയ്തേക്കാന്നും പറഞ്ഞ് അയാളാണെങ്കിലോ ഇത്രയും നാള് ഗ്രാൻഡ്മ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോയപ്പോ ഒരു പ്രോബ്ലവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത്. അതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാനയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാട്ടിപ്പേടി കൂടുന്നുണ്ടെന്ന്. അതില് ആരോ ഒരാൾ ചെയ്ത ഒരു പ്രോബ്ലമാണിത്. എന്തായാലും നമുക്കത് വിട്ടേക്കാം. നാളെ മുതൽ റീസ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നാള് നിങ്ങൾക്ക് ജോലി ചെയ്തതിന് ഒരു ശമ്പളം മാത്രമല്ലേ കിട്ടുകയുണ്ടായുള്ളൂ. പക്ഷേ നാളെ മുതൽ അങ്ങനെയല്ല. ഈ ഹോട്ടലിന്റെ കുറച്ച് ഷെയറും കൂടി നിങ്ങൾക്കായിട്ട് കിട്ടുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എംപ്ലോയീസ് എല്ലാവർക്കും ഹാപ്പി ആകും. ഇതെല്ലാം ദൂരത്ത് മാറി നിന്ന് ഹുവാനയുടെ അച്ഛനും കാണുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷവും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വരും. പുള്ളിക്കാരനാണെങ്കിലോ ദൂരത്ത് മാറി നിന്ന് ഹുവാനക്ക് ഒരു തംസപ്പ് ഒക്കെ കൊടുക്കും. ഇത് കാണുമ്പോൾ ഹുവാനക്കും ഹാപ്പി ആകും. അങ്ങനെ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. എങ്ങനെയാ ഇവിടേക്ക് പോകുന്നത്, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. നല്ല രീതിയിൽ പോകുന്നുണ്ടച്ചാ, എല്ലാ പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്തു. പിന്നെ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ ഞാൻ നിൽക്കുമായിരുന്നു. ഷാന മാഡം ഉണ്ടല്ലോ, അവർക്കും നമുക്കും എന്തായാലും ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല. അവരെന്തെങ്കിലും ഈ ഹോട്ടലിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് അച്ഛനൊന്നും അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. ആ ഓക്കെ മോളെ, ഞാൻ എന്തായാലും അങ്ങനെ തന്നെ ചെയ്തേക്കാം. ദേ ഇതുണ്ടല്ലോ, നിന്റെ അമ്മ നിനക്ക് വേണ്ടി തന്നു വിട്ട ഫുഡാണ്, നല്ല രീതിയിൽ കഴിക്കണമെന്ന് പറയും. ആ അച്ഛൻ ഞാൻ കഴിച്ചോളാം, എന്തായാലും നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും, അമ്മേനെയും കൂടി നല്ല രീതിക്ക് നോക്കണമെന്ന് പറയും. അതേ ടൈം ഇങ്ങനെ കാണിക്കാണ്. അവൻ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു വീഡിയോ കോൾ വരും. ഷിംഗ്ലി ഹോട്ടല് നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഞാൻ അറിഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് ആ ഹോട്ടലിൽ തിരിച്ചു പിടിക്കാനായിട്ട് നോക്ക്, അല്ലെങ്കിൽ നിന്റെ പ്രൊമോഷനൊക്കെ അധോഗതിയാകും. ഒരു മാസമേ നിനക്ക് ടൈം ഉള്ളൂ എന്ന് പറയും. ആ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാന്നും പറഞ്ഞ് മിങ് അങ്ങനെ തന്നെ കോള് കട്ട് ചെയ്യും. ഇത് കേൾക്കുമ്പോ തന്നെ ഒരു മാസമേ ടൈം ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഷിംഗ്ലി ഹോട്ടലിൽ കൈപ്പറ്റും? നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറെ ആർക്കെങ്കിലും കിട്ടും. നിങ്ങൾക്ക് പകരമായിട്ട് വേറെ ആരെങ്കിലും കമ്പനിക്കാരെ കൊണ്ടുവന്നിരുത്തും. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി എനിക്കൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഷിംഗ്ലി ഹോട്ടൽ വേണോ അല്ലെങ്കിൽ ഹുവാന വേണോ? ഇതിലൊന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. മിങ്ങിനാണെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ട് രാവിലെ തന്നെ മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വന്നേക്കുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ് ഹീന അവിടെ നിന്ന് ഓടിച്ചു വിടും. അതേ ടൈം ഹുവാനക്ക് ഒരു ഗിഫ്റ്റും വരുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരി അത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിനുള്ളിലുള്ളത് ഒരു ചെടിയാണ്. അതുമല്ലാണ്ട് ഒരു നോട്ടും കൂടി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കും. പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കം ഹാപ്പി ആയിട്ട് തന്നെ തുടങ്ങട്ടെ എന്നും പറഞ്ഞ് വിഷ് ചെയ്തുകൊണ്ടുള്ള കാർഡാണ്. അങ്ങനെ ആ ഒരു കാർഡൊക്കെ എടുത്തു നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് മിങ്ങിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം മിങ്ങിനാണെങ്കിലോ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലൂടെ പോകുന്നത്. നിനക്കിപ്പോ മനുഷ്യത്വമൊക്കെ വരുന്നുണ്ട്, അത് നീ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പറഞ്ഞ കാര്യം ഓർത്തിട്ട് പുള്ളിക്കാരൻ ഷിംഗ്ലി ഹോട്ടല് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ബോർഡിൽ നിന്ന് മായ്ച്ചു കളയും. ഷിംഗ്ലി ഹോട്ടല് എനിക്ക് ഇല്ലാണ്ടായി, അതിന് പകരം പുതിയൊരു പ്ലാൻ തയ്യാറാക്കണമെന്നും പറഞ്ഞിട്ട് ഹുവാന കൊടുത്ത ആ ഒരു ചോക്ലേറ്റും കൂടി കഴിച്ചുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മ വീട്ടിലേക്ക് ഒരു ബ്രോക്കറിനെ വിളിച്ചു വരുത്തും. എന്റെ മകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പയ്യനെ നോക്കണം, കയ്യിൽ ക്യാഷുള്ള നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പയ്യനെ വേണം നോക്കാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹുവാന അങ്ങോട്ടേക്ക് കയറി വരും. ആ ടൈമിന് തന്നെ ബ്രോക്കറും പിന്നീട് വരാന്നും പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാകും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മയും, വാ മോളെ അകത്തേക്ക് കയറി, നീ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വന്നത്, മോൾക്ക് ഞാനൊരു ജ്യൂസ് അടിച്ച് തരാന്ന് പറയും. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഈ വീട് ഇപ്പോ മിങ്ങിന്റെ പേരിലല്ലേ ഉള്ളത്. അപ്പോ ഇനിയും നമ്മൾ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയും. ഹുവാന, നിനക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ, നിന്റെ വായിൽ നിന്ന് വേറൊന്നും വരില്ലേ എന്ന് ചോദിക്കും. അമ്മ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഈ ഒരു വീട് മിങ്ങിന്റെ പേരിലാ ഉള്ളത്. മിങ്ങാണെങ്കിലും പുറത്തൊരു ഹോട്ടലിലാ താമസിക്കുന്നത്. സ്വന്തം പേരിൽ ഒരു വീടുള്ളപ്പോ മിങ് പുറത്തു പോയി താമസിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് മാറിയാലല്ലേ മിങ്ങിന് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാനൊരു വീട് നോക്കിയിട്ടുണ്ട്, അമ്മക്ക് ഈ വീട് ഇഷ്ടമായോ എന്നൊന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാന്ന് പറയും. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്രയും വലിയൊരു വീട് വിട്ട് ഇത്രയും സൗകര്യമുള്ള വേറൊരു വീട് റെന്റിനെടുക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് അമ്മ നല്ല രീതിക്ക് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ ഒരു കശപിശ? മോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വീട്ടിലേക്ക് വരുന്നത്, അപ്പൊ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടേന്ന് നിന്നെ ചോദിക്കും. ആ
അവളെ വീട്ടിലേക്ക് കയറാൻ വന്നതല്ല, നമ്മളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാനായിട്ടാ വന്നേന്ന് പറയും. അങ്ങനെയായിരുന്നു കാര്യങ്ങള്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോ മിങ്ങിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. ആ ടൈമിന് തന്നെ മിങ്ങും അകത്തേക്ക് കയറി വരും. കണ്ടില്ലേ അമ്മ, ഓണർ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോ ഇനി നമ്മൾ ഇവിടെ താമസിക്കാനായിട്ട് പാടില്ല, നമുക്ക് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ തന്നെയാണ് വന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു റൂമിൽ ഞാൻ താമസിച്ചോളാം. ബാക്കിയുള്ളിടം നിന്റെ പാരന്റ്സ് താമസിച്ചോട്ടെ, എനിക്കൊരു പ്രോബ്ലവും ഇല്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മക്ക് ഹാപ്പി ആകും. കറക്റ്റ് മോനാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും മോൻ അകത്തേക്ക് വാ, ആന്റി ഒരുപാട് ഫുഡ് ഉണ്ടാക്കി തരാം, മോനെ ഏതാ ഇഷ്ടമെന്നും പറഞ്ഞിട്ട് അമ്മ ആദ്യം തന്നെ അകത്തേക്ക് ഓടിപ്പോകും. ഹുവാനൊക്കെ ആകെ എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഹുവാനയും ഇങ്ങും കൂടി അകത്തേക്ക് കയറി ചെല്ലും. അപ്പൊ തന്നെ അമ്മ, താഴെയുള്ളതില് ഏറ്റവും വലിയ റൂം ഹുവാനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ചേക്കുവാണ്. അതിന്റെ അടുത്ത റൂമിൽ ഞാനും അങ്കിളും, അതിന്റെ അടുത്ത റൂമിൽ ഷാവും ഉണ്ട്. എന്തായാലും മുകളിലൊരു റൂം കാലിയായിട്ടുണ്ട്, നീ എന്തായാലും ആ റൂമിൽ താമസിച്ചോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്ക് ടെൻഷൻ ആകും. അമ്മ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓണറിനോട് അപ്സ്റ്റേറിൽ താമസിക്കാൻ പറയുന്നു, അതൊന്നും ശരിയല്ല. എന്തായാലും നീ എന്റെ റൂം എടുത്തോന്ന് പറയും. അയ്യോ, അതെങ്ങനെ ശരിയാവുന്നെന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മിങ്ങാണെങ്കിലും എനിക്കൊരു പ്രോബ്ലം ഇല്ല, അപ്സ്റ്റേറിലുള്ള റൂം ഞാൻ എടുത്തോളാന്ന് പറയും. അല്ല, എനിക്ക് എന്തിനാ റൂം? ഞാൻ എന്തായാലും ഇവിടെ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നീ തന്നെ താമസിക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് അമ്മേനെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് ഹുവാന് പുറത്തേക്ക് ഇറങ്ങി വരും. പുറകെ തന്നെ മിങ്ങും വരും. നിനക്ക് എന്താ പ്രോബ്ലം? ഞാൻ എവിടെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗ്രാൻഡ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ തെരുവില് ചുറ്റി നടക്കുന്ന ഒരു പൂച്ചക്കുട്ടീനെ പോലെയാണെന്ന്. ആ പൂച്ചക്കുട്ടിക്കും ഒരു ഫാമിലി വേണ്ടി, ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പോലും. അതുകൊണ്ട് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഞാൻ റെഡിയാണെന്ന് പറയും. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാ പൂച്ചക്കുട്ടി ചെല്ല്, വീട് കാലിയായി കിടക്കുവാണ്, നിന്റെ ഫാമിലിയിലേക്ക് നീ തന്നെ പോകുന്നും പറഞ്ഞിട്ട് ഹുവാന ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഷാവു വീട്ടിലേക്ക് കയറി വരും. അപ്പൊ തന്നെ ഹുവാനയുടെ അച്ഛനും അമ്മയും ഇരുന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് പറയും. നീ തന്നെ പറ, എന്റെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ഹുവാനയുടെ ഭാഗത്താണോ? എനിക്കറിയാം ഹുവാനയുടെ ഭാഗത്താണെന്ന്. എന്താ അത് ശരിയല്ലേ എന്ന് ചോദിക്കും. എന്താ അമ്മ ഈ പറയുന്നത്? ചേച്ചിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ചേച്ചി പറഞ്ഞതും കാര്യമല്ലേ? മിങ്ങാണ് ഈ വീടിന്റെ ഓണർ. അപ്പൊ മിങ് വന്നാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം, അതാണ് വേണ്ടത്. എന്തായാലും ഞാനൊരു ഐഡിയ പറയാം, ഞാൻ കുറച്ചു ദിവസം ചേച്ചിയുടെ അടുത്ത് നിൽക്കാം, എന്നിട്ട് ചേച്ചിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എന്താ, ഞാൻ പോട്ടെ എന്ന് ചോദിക്കും. ഓ, ഇപ്പോഴെങ്കിലും നീ ഒരു നല്ല വാക്ക് പറഞ്ഞല്ലോ, എന്തായാലും പോ, എന്നിട്ട് ചേച്ചിനെയും കൂട്ടി തിരിച്ചു പോവാന്നും പറഞ്ഞ് അമ്മയും അച്ഛനും കൂടി ഷാവിനെ അവിടെ നിന്ന് പറഞ്ഞെഴുക്കും. അങ്ങനെ ഷാവു നേരെ ഹുവാനയുടെ അടുത്തേക്ക് ചെല്ലും. എന്താ മോനെ പെട്ടിയൊക്കെ തൂക്കി, എന്തിനാ പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. ചേച്ചി മാത്രം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്നാ മതിയോ? ചേച്ചി അനുഭവിക്കുന്ന ഫ്രീഡം എനിക്കും വേണ്ടേ? ഞാനും കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് പോലും. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ചേച്ചിനെ കൂട്ടി തിരിച്ചു ചെല്ലാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ലൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കി കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാവർക്കും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെല്ലും. ചേച്ചി ഇപ്പൊ ഒരു സ്റ്റാഫ് റൂമിലല്ലേ കിടക്കുന്നത്, എനിക്കൊരു സ്റ്റാഫ് റൂം കിട്ടില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. എന്തിനാടാ സ്റ്റാഫ് റൂം? ഞാനൊരു റൂം അറേഞ്ച് ചെയ്യാന്ന് പറയും. എന്തിനാ ചേച്ചി ഒരു റൂം? അതൊക്കെ പാഴ്ചിലവാണ്, സ്റ്റാഫ് റൂം തന്നെ എനിക്ക് ധാരാളം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പെട്ടിയും തൂക്കി പോകും. അതേ ടൈമിങ് റൂമിലേക്ക് കയറി നിന്ന് അവന്റെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് ഹീയുടെ അടുത്ത് നിന്നും കോള് വരും. അപ്സ്റ്റേറിലുള്ള റൂമിൽ നിങ്ങൾ സെറ്റിലായി എന്ന് തോന്നുന്നുണ്ടല്ലോ, അപ്പോ ഇനി നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അമ്മായിയമ്മനെ സെറ്റിലാക്കുമെന്ന് ചോദിക്കും. വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ് മിങ്ങപ്പ തന്നെ കോളും കട്ട് ചെയ്ത് അവന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. എന്തോ ഒരു സൗണ്ട് കേട്ടാണ് അമ്മ എഴുന്നേൽക്കുന്നത്. അങ്ങനെ തന്നെ അച്ഛനെ തട്ടി വിളിക്കും. താഴെ നിന്നും ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഏതോ ഒരു കള്ളൻ കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് അവന്റെ കാല് തല്ലി ഓടിക്കാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വലിയൊരു വടിയൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരും. താഴെയാണെങ്കിലും നമ്മുടെ മിങ് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തു നിന്ന് വാങ്ങി എല്ലാം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ ഹുവാനയുടെ അച്ഛനും, എന്താ മോനെ നീ കാണിക്കുന്നത്? നിന്റെ വീട്ടിലല്ലേ ഞങ്ങൾ താമസിക്കുന്നത്, അപ്പോ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരേണ്ടതും ഞങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ അമ്മയും, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നാമതേ ഞങ്ങള് നിന്റെ വീട്ടിലാ താമസിക്കുന്നത്, അപ്പോ നീ നിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി പുറത്തു നിന്ന് ഫുഡ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പി തരാം. പിന്നെ നീ ഇങ്ങനെ കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിയെന്ന് ഹുവാനെ എങ്ങനെ പറഞ്ഞ എന്നെ ഇവിടെ നിന്ന് അവള് പറത്തി വിടുമെന്ന് പറയും. ഇത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ആന്റി, ഇതിലെന്താ ഉള്ളത്? എന്തായാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പറഞ്ഞ് മിങ് അങ്ങനെ തന്നെ ഓഫീസിലേക്ക് പോകും.
ഹുവാനയുടെ അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാട് ഡിഷ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് പോകുമ്പോ തന്നെ അമ്മ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നമ്മളിപ്പോ ഈ ഫുഡിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാല് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഇതിൽ നിന്നും ഒന്നും എടുക്കണ്ടെന്ന് പറയും. എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പൊ ഈ ഫുഡെല്ലാം വേസ്റ്റ് ആക്കാനായിട്ടാണോ നീ പോകുന്നതെന്ന് ചോദിച്ച് അച്ഛനും വല്ലാത്ത സങ്കടത്തിലിരിക്കും. അതേ ടൈം പോവാന അവളുടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അവിടെയുള്ള മാനേജറിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഹോട്ടലിൽ വലിയ വലിയ ഈവെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അങ്ങനെ കണ്ടക്ട് ചെയ്താല് കുറച്ചും കൂടി പോപ്പുലാരിറ്റി നമ്മുടെ ഈ ഹോട്ടലിന് കിട്ടുമെന്ന് പറയും. പക്ഷെ നമ്മുടെ ഈ ഹോട്ടലിൽ ഇത്രയും വലിയ ഇവന്റ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടേ ഇല്ല. പുറത്തുള്ള വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഈവെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയും. പഴയ ഒരു രീതിയിൽ തന്നെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പോപ്പുലാരിറ്റി കിട്ടണമെന്നില്ല. ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നാലേ നമുക്ക് നല്ല രീതിയിൽ പേരും പ്രശസ്തിയും കിട്ടുള്ളൂ. എന്തായാലും അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് പോവാനെയാണെങ്കിലും നേരത്തെ വർക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിക്കും. നമ്മുടെ ഹോട്ടലിലേക്ക് റൂമിനും ഇവന്റ്സ് ചെയ്യാനായിട്ട് ഒരു പ്ലേസും ചോദിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരാറില്ലേ? അതില് കിട്ടാത്ത കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ നീ എനിക്ക് തരുമോ എന്ന് ചോദിക്കും. ആ പെൺകുട്ടിയും ഓക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതേ ടൈം ഹുവാനയുടെ അമ്മ വീട്ടിലേക്ക് കയറി വരും. മിങ്ങ് വെച്ചിട്ട് പോയ എല്ലാ ഫുഡും ടേബിളിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഫുഡ് ആരും കഴിച്ചില്ലേ? എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതില് പച്ചക്കറികളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാന്ന് പറഞ്ഞ് ഒരു ബർഗറൊക്കെ എടുത്ത് കഴിക്കും. ടേസ്റ്റ് ഉണ്ട്, പച്ചക്കറി ഇല്ലേലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം മിങ്ങും ഹീയും വർക്കെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് കയറി വരുമ്പോഴേക്കും ഹുവാനയുടെ അമ്മ മിങ്ങിനെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്താ ആന്റി, എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കും. മോന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി വെച്ചില്ലേ, അതുകൊണ്ട് മോന ലഞ്ചിന് ക്ഷണിക്കാനായിട്ടാ വന്നത്. മോന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡിഷൊക്കെ ആന്റി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് മിങ്ങും നേരെ വീട്ടിലേക്ക് ചെല്ലും. സ്പെഷ്യൽ ആയിട്ട് മിങ്ങ് സാൽമൺ ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോ ഹുവാനയുടെ അച്ഛനാണെങ്കിലും ഈ ഫിഷ് എന്താ ചെയ്യേണ്ടത്, വറുക്കണോ അല്ലെങ്കിൽ കറി വെക്കണോ എന്ന് ചോദിക്കും. അയ്യോ അങ്കിൾ, ഇങ്ങനെയല്ല ഇത് കഴിക്കേണ്ടത്, പച്ചക്കാണ് കഴിക്കേണ്ടതെന്ന് പറയും. അയ്യേ, ഇതെങ്ങനെ പച്ചക്ക് കഴിക്കും? ഞങ്ങൾ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാറില്ല, ഇതൊന്നും ഞങ്ങളുടെ വയറിന് പറ്റില്ല എന്ന് പറയും. അല്ല ആന്റി, ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഇടയ്ക്കെങ്കിലും കഴിക്കണം. ഇപ്പോ ആന്റി ഉണ്ടാക്കിയ എല്ലാ ഫുഡും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതല്ലേ. ഇത് ഒരുപാട് ദിവസങ്ങൾ കഴിച്ചു പോയി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. ഇല്ലില്ല, ഞങ്ങൾ ഇത്രയും നാള് ഈ ഒരു ഫുഡല്ലേ കഴിച്ചത്, അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വരില്ല എന്ന് പറയും. അങ്ങനെ വേറൊന്നും പറയാണ്ട് മിങ്ങും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം മിങ്ങ് തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കാനും തുടങ്ങും. ഇത് കാണുമ്പോൾ ഹുവാനയുടെ അമ്മക്ക് ഹാപ്പിയാകും. കണ്ടോ എല്ലാ പാത്രങ്ങളും അവൻ തന്നെ ഒറ്റക്ക് കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല പയ്യനാണല്ലേ എന്ന് ചോദിക്കും. പുറത്തല്ലേ അവൻ വളർന്നതൊക്കെ, അപ്പോ ഒറ്റക്കായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക, അപ്പോ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ടായിരിക്കും പാവം ചെക്കനെന്നും പറഞ്ഞിട്ട് അച്ഛനും ഇങ്ങനെ നിൽക്കും. അതേ ടൈം ഹുവാനെ കാണിക്കാണ്. റിസപ്ഷനിലെ പെണ്ണ് വിളിച്ച് പറഞ്ഞ പ്രകാരം ഒരു ക്ലയന്റിനെ കാണാനായിട്ട് ഇപ്പോ ചെന്നേക്കുവാണ്. നിങ്ങളുടെ വെഡിങ് റിസപ്ഷൻ ഞങ്ങളുടെ ഹോട്ടലിൽ വെച്ച് ചെയ്താൽ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, അതൊരു പഴയ മോഡലല്ലേ, അത്രയും ഓൾഡ് മോഡലിലേക്ക് എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറയും. അങ്ങനെയല്ല മാഡം, ഞങ്ങളുടെ പ്ലാൻ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് ഒരു ഫയൽ എടുത്ത് കൊടുക്കും. ആ ടൈമിനാണ് മിങ്ങും അകത്തേക്ക് കയറി വരുന്നത്. മിങ്ങിനെ കാണുമ്പോ തന്നെ ഞാൻ എന്നാ പോവാണെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഹുവാനയും അവിടെ നിന്ന് ഇറങ്ങും. ഇവളെ കാണുമ്പോ മിങ്ങിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളെന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഹുവാന നേരെ ഹോട്ടലിലേക്ക് ചെല്ലും. ഞാൻ ആ ക്ലയന്റിനെ മീറ്റ് ചെയ്തപ്പോഴേക്കും മിങ് അങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് ആ ക്ലയന്റിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല, വേറെ ഏതെങ്കിലും പ്ലാൻ നോക്കാന്നും പറഞ്ഞ് നിൽക്കും. ആ ടൈമിനാണ് മിങ് അങ്ങോട്ടേക്ക് വരുന്നതും ഒരുപാട് ഡിഷൊക്കെ ഓർഡർ ചെയ്ത് വെക്കുന്നതും. ഇതെന്താണ്, ഒരുപാട് ഡിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാനും ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നമുക്കെന്നാ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ഹുവാന അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ മിങ്ങും, നമ്മുടെ ഈ ഹോട്ടല് ഓൾഡ് മോഡലാണെന്ന് നിനക്കറിയാമല്ലോ, അപ്പോ ഇവിടെ വെച്ച് മോഡേൺ വെഡിങ് ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല, നിനക്കപ്പോ ട്രഡീഷണൽ വെഡിങ് ചൂസ് ചെയ്തൂടെ? അങ്ങനെ ട്രഡീഷണൽ വെഡിങ് ചൂസ് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസിനെയൊക്കെ കിട്ടുമെന്നറിയും. ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ ഓർത്തില്ലായിരുന്നു, എന്തായാലും ഇങ്ങനെ ഒരു ഐഡിയ തന്നതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഹുവാനയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മിങ് നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ഹുവാനയുടെ അച്ഛൻ ഒളിഞ്ഞിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മിങ് കയറി ചെല്ലുന്നത്. എന്ത് പറ്റിയാങ്കിൽ, എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും. എന്റെ ഭാര്യക്ക് വെള്ളം അടിക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല, എന്നാലും ലൈറ്റ് ആയിട്ട് കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്,
അങ്ങനെ അവള് പെർമിഷൻ തരുമ്പോ ഞാൻ അവളുടെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം അടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ മാറിയിരുന്ന് വെള്ളം അടിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഓവറായിട്ടൊക്കെ അടിക്കും. പക്ഷെ അവൾക്കത് മനസ്സിലായാലും അവൾ അത് മനസ്സിലാകാത്ത പോലെ ആക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയും. ഓ അങ്കിൾ, നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മകളെയും നല്ല രീതിക്ക് വളർത്തിയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ പോകെ പോകെ ഞാൻ പഠിച്ചോളാന്നും പറഞ്ഞ് നിങ്ങും അങ്ങനെ അവിടെ തന്നെ ഇരിക്കും. എന്തായാലും ഇതോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.